ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലുള്ള നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. സൂറിച്ചിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫിഫ മ്യൂസിയം ആഗോളതലത്തിൽ ഫുട്ബോളിൻ്റെ അഭിനിവേശത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിനും സാക്ഷ്യമായി നിലകൊള്ളുന്നു. 2016 ഫെബ്രുവരി 28 തുറന്ന ഈ മ്യൂസിയം സൂറിച്ച് എൻഗെ റെയിൽവേ സ്റ്റേഷന് സമീപം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഹൗസ് സൂർ എൻഗെ കെട്ടിടത്തിൻ്റെ താഴത്തെ 3 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. 3000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ഇതിൽ 1000-ലധികം പ്രദർശനങ്ങളുണ്ട്. ഇത് സന്ദർശകർക്ക് ഫുട്ബോൾ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന അനുഭവം നൽകുന്നു. $500 ദശലക്ഷം ഏതാണ്ട് 5295 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി നിലവിൽ ക്രിമിനൽ കെടുകാര്യസ്ഥത ആരോപിച്ച് അന്വേഷണത്തിലാണ്. ഇവിടെ പ്രവേശനത്തിന് സൂറിച്ച് കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യ പ്രവേശനമുണ്ട്. റൈഫീസൺ മെമ്പർ പ്ലസ് മാസ്റ്ററോ അല്ലെങ്കിൽ വിപേ കാർഡ് അല്ലെങ്കിൽ റൈഫീസൺ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റൈഫീസൺ അംഗമായി സൗജന്യ പ്രവേശനമുണ്ട്. സ്വിസ് മ്യൂസിയം പാസ് ഉണ്ടെങ്കിൽ സൗജന്യ പ്രവേശനമാണ്. സ്വിസ് ട്രാവൽ പാസ് ഉണ്ടെങ്കിലും സൗജന്യ പ്രവേശനമാണ്. ഞങ്ങൾക്ക് സ്വിസ് ട്രാവൽ പാസ് ഉണ്ടായിരുന്നു, സൗജന്യ പ്രവേശനം കിട്ടിയുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കസിന് ഇവിടുത്തെ ഇത് സ്പോൺസർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കയറിയത്. ഇവിടുത്തെ നമുക്കിത് പാസ്സൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നാണ് ഈ ഓൺലൈനാണ് 25 സ്വിസ് ഫ്രാങ്ക്, അല്ലെങ്കിൽ ഓൺ സൈറ്റിലാണെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ 26 സ്വിസ് ഫ്രാങ്ക് കൊടുക്കണം. നമ്മൾ ആദ്യമായി കാണുന്നത് ദി റെയിൻബോ എ സിമ്പിൾ ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫിഫയിലെ 211 അംഗ അസോസിയേഷനുകളുടെയും ജേഴ്സികൾ പ്രദർശിപ്പിക്കുന്ന കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്ലാസ് ഡിസ്പ്ലേ ആയ ദ റെയിൻബോ ആണ്. നമ്മൾ അതിൻ്റെ പുറഭാഗമാണ് ആദ്യമേ കണ്ടത്, ഇപ്പോൾ അകത്തുള്ളതാണ് കാണുന്നത്. ദി റെയിൻബോ എന്നുള്ള ഈ ഒരു പ്രദർശനം മ്യൂസിയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളൊന്നാണ്. ആഗോള ഫുട്ബോൾ സമൂഹത്തിൻ്റെ ഐക്യത്തെയും വൈവിധ്യത്തെയും ഇത് ഊർജ്ജസ്വലമായ ഇൻസ്റ്റലേഷൻ പ്രതീകപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ പെട്ടെന്നൊന്ന് കണ്ടുപോയതാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ രാജ്യത്തും കണ്ടുപോവാണ്. അർജന്റീനയുടെ ബ്ലൂ ലൈൻ ഉണ്ട്. പിന്നെ ഇതൊരു ബ്രസീൽ കാണുമല്ലോ ഇവിടെ എവിടെയല്ലോ. യുക്രൈൻ, ബ്രസീൽ രണ്ട് ബ്രസീൽ എന്നിട്ട് അർജന്റീന ഉണ്ട്. പിന്നെ ബോട്സ്വാന, എന്നിട്ട് ഇന്ത്യ. നമ്മൾ വേൾഡ് കപ്പിന് പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ അത് അറിയത്തില്ല. ഇന്ത്യ എന്തെങ്കിലും വേൾഡ് കപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഫിഫ വേൾഡ് കപ്പിന് ഏഷ്യൻ റീജിയണിൽ നമ്മൾ എലിജിബിലിറ്റി കിട്ടുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ജേഴ്സി. ഇതിട്ട് വേണമാണ് നമ്മൾ വേൾഡ് കപ്പ് കളിക്കുന്നത്. ഫസ്റ്റ് മഞ്ഞ, ഫ്രാൻസ് ഉണ്ട് ഇവിടെ. ഫ്രാൻസ് ഓക്കെ. ജർമ്മനി ഒക്കെ വരുന്നത്. മെക്സിക്കോ ഉണ്ട്, കോങ്കോ, മെക്സിക്കോ. നൈജീരിയ ഉണ്ട്. ഗ്രീസ് ഉണ്ട്. ഗ്രീസ്. സൗത്ത് സുഡാൻ, സെനഗലുണ്ട്. പിന്നെ ഇസ്രായേൽ, പാകിസ്ഥാൻ, US. ഇംഗ്ലണ്ട് വൈറ്റിൽ വളരെ ഫേമസ് ആണ്.
ന്യൂസിലാൻഡ് USA ഉണ്ട്. ന്യൂസിലാൻഡ് USA അത് സൗദി അറേബ്യ പങ്കെടുത്ത സൗദി അറേബ്യ ഉണ്ട്. പോളണ്ടുണ്ട്. ജോർഡൻ, ക്രൊയേഷ്യ ഉണ്ട്. ക്രൊയേഷ്യ, ഓസ്ട്രിയ ഉണ്ട്. ഓസ്ട്രിയ, ബെൽജിയം ഉണ്ട്. ചിലി, കോസ്റ്ററിക്ക, സ്പെയിൻ, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, കൊറിയ. ഡെൻമാർക്ക്, ഹംഗറി, പോർട്ടുഗൽ, പിന്നെ ശ്രീലങ്കയുണ്ട്. ഫിഫ വേൾഡ് കപ്പ് ഗാലറി ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ചരിത്രവും പ്രാധാന്യവും ആഘോഷിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഗാലറിയാണ് മ്യൂസിയത്തിൻ്റെ ഹൃദയം. ജേഴ്സികൾ, ബൂട്ടുകൾ, ഐക്കണിക് നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫുകൾ എന്നിവയുൾപ്പെടെ മുൻ ലോകകപ്പുകളുടെ ഓർമ്മകൾ ഇവിടെ സന്ദർശകർക്ക് കാണാൻ കഴിയും. 1930 ഉറുഗ്വേയിൽ നടന്ന ഉദ്ഘാടന ലോകകപ്പിലെ ഒരു ഷർട്ട്, 1958 ഫൈനലിലെ പെലെയുടെ ട്രാക്ക് സ്യൂട്ട്, വനിതാ ലോകകപ്പ് ഉയർത്തിയ ആദ്യ വനിതയായ ഏപ്രിൽ ഹെൻഡ്രിക്സ് നേടിയ കിറ്റും സ്വർണ്ണ മെഡലും എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. അതിന് 34 ഹിസ്റ്ററിയാണ്. 34 അതിന് കാര്യങ്ങളൊക്കെ കൂടി കാണിച്ചിരുന്നു. ഞാൻ 38-ൻ്റെയാണ് ഇത് കൊടുത്തിരിക്കുന്ന ഈ ടെസ്റ്റുകളൊക്കെ. 38-ൻ്റെ കാലഘട്ടത്തെയാണ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കാണ് 38. എന്നിട്ട് ഇത് സൗത്ത് ആഫ്രിക്ക 1950-ലെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൂടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ പന്തുകളുടെ ഭാഗത്തേക്ക് പന്തുകളാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളം ഫുട്ബോളാണ്. ഫുട്ബോളുകളാണ് ആദ്യകാലം തൊട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫുട്ബോളുകളുടെ സാധനങ്ങളാണ്. ടിഫോനെ പറ്റിയാണ്. Zit zo even mijn borst.
1996 ആണ്. ബോള് എന്നാ ബിജു പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലേ? എഴുപത്തെട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് 82. ബോളുണ്ട്. താറാണ്. ഷൂണ്ട്. മെഡ്രോണയുടെയാണ്. മെഡ്രോണയുടെ പടമാണ് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസ് അർജന്റീന. ഫ്രാൻസ് ജയിച്ചു. 1-0 ജയിച്ചാണ്. 90. ബ്രസീൽ ഇറ്റലിനെ 3-2 തോൽപ്പിച്ചു. 1994. ബ്രസീൽ ഫ്രാൻസ് ബ്രസീലിനെ തോൽപ്പിച്ചു 3-0. 98. സിദാന്റെ വേൾഡ് കപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ബ്രസീൽ ജർമ്മനിനെ 2-0 തോൽപ്പിച്ചു. 2002. റൊണാൾഡോയുടെ പടമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പിന്നെ 1-1 ഫ്രാൻസ് ഇറ്റലി 1-1 അവസാനം ഇറ്റലി 5-3 ജയിച്ചായിട്ട് കാണുന്നു. മൽദീനിയാണ് തോന്നുന്നു. മൽദീനി കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഇപ്പം നെതർലൻഡ് സ്പെയിൻ 1-0 നെതർലൻഡ്സിനെ തോൽപ്പിച്ചു. 2010.
ജർമ്മനി അർജന്റീന 1-0 തോൽപ്പിച്ചു 2014. ഇപ്പം ഫ്രാൻസ് ക്രൊയേഷ്യ 4-2 തോൽപ്പിച്ചു 2018. അർജന്റീന ഫ്രാൻസ് 3-3 ആയിരുന്നു. 4-2 അവസാനം അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചു 2022. ഇന്ന് 4-2. മെസ്സി ഖത്തർ 2022. Okay. Next is FIFA World Cup 2026. Under-20 World Cup trophy. Under-17 World Cup trophy. Under-17 Women's World Cup trophy. World Cup FIFA Futsal World Cup trophy. Beach Soccer World Cup trophy. Cup trophy. FIFA Confederation Cup trophy. FIFA Arab Cup trophy. Olympic Games football tournament medals. എല്ലാ ഇൻട്രാക്റ്റീവ് ബോർഡുകളുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ലിഫ്റ്റാണ് നമ്മൾ കണ്ടതല്ലേ. ഇൻട്രാക്റ്റീവ് എക്സിബിറ്റുകളും മൾട്ടിമീഡിയ ഇൻസ്റ്റലേഷനും സന്ദർശകർക്ക് കായിക രംഗത്ത് സജീവമായി ഇടപെടാൻ അനുവദിക്കുന്ന നിരവധി സംവേദനാത്മകമായ പ്രദർശനങ്ങൾ ഈ മ്യൂസിയം വാഗ്ദാനം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നായ ഫീമൻ ഫുട്ബോൾ പിൻബോൾ മെഷീൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഇത് ഫുട്ബോൾ അനുഭവിക്കാൻ രസകരവും മത്സരപരവുമായൊരു മാർഗം നൽകുന്നു. കൂടാതെ വിഷൻസ് ഓഫ് ഫുട്ബോൾ ഇൻസ്റ്റലേഷനിൽ ചരിത്രപരമായ ഫുട്ബോൾ രംഗങ്ങളും നിമിഷങ്ങളും പ്രദർശിപ്പിക്കുന്ന 8 മീറ്റർ LED സ്ക്രീനുണ്ട്. സന്ദർശകരെ കായിക രംഗത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൽ മുഴുകുന്നു. പ്രത്യേക പ്രദർശനങ്ങളും പരിപാടികളും ഫിഫ മ്യൂസിയം ഫുട്ബോളിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്ന പ്രത്യേക പ്രദർശനങ്ങൾ പതിവായി നടത്തുന്നു. ഉദാഹരണത്തിന് ഫുട്ബോൾ ഫീവർ, കളിക്കുക, മത്സരിക്കുക, ആവർത്തിക്കുക. പ്രദർശന സന്ദർശകരെ സംവേദനാത്മകമായ കളികളിലൂടെ ഫുട്ബോളിൻ്റെ സാംസ്കാരിക സ്വാധീനം അനുഭവിക്കാൻ ക്ഷണിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പ്രദർശനം 211 സംസ്കാരങ്ങൾ ഒരു ഗെയിം ആണ്. ഇത് ഫിഫയുടെ അംഗ അസോസിയേഷനുകളുടെ തനതായ ഫുട്ബോൾ സംസ്കാരങ്ങളെ എടുത്തു കാണിക്കുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടത്.
ഇതെല്ലാം നിറയെ LED വാളുകളാണ്. ഇത്രയും ഒരു LED വാളുള്ള ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഇതെല്ലാം ഓരോ ഗെയിം ഏരിയകളാണ്. കഴിഞ്ഞോ? കാര്യങ്ങളുണ്ട്. ജാക്കറ്റുകളും കോട്ടുകളും എക്സിബിഷൻ ഏരിയയ്ക്കുള്ളിൽ ധരിക്കാനോ കൊണ്ടുപോകാനോ പാടുള്ളതല്ല. ബാക്ക് പാക്കുകൾ, വലിയ ബാഗുകൾ, സ്യൂട്ട് കേസുകൾ ഉൾപ്പെടെ ചക്രമുള്ളതാണേലും അല്ലെങ്കിലും കുടകൾ, സ്കേറ്റ് ബോർഡുകൾ മുതലായ വസ്തുക്കൾ എക്സിബിഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല. അത്തരം വസ്തുക്കളും നമ്മുടെ ലെവൽ 1 സ്ഥിതി ചെയ്യുന്ന ലോക്കറുകളിൽ നമുക്ക് സൂക്ഷിക്കാം. ഓരോ ലോക്കറിന് നമുക്ക് ഒരു സ്വിസ് ഫ്രാങ്ക് നാണയം ആവശ്യമാണ് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആ സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു സ്വിസ് ഫ്രാങ്ക് കൊടുക്കുക, അതവിടെ സൂക്ഷിച്ച് വെക്കും. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് തരുന്ന നമ്മുടെ നമുക്കുള്ള ഐഡൻറ്റിഫിക്കേഷൻ സാധനം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് വെളിയിലേക്ക് പോകാൻ നേരത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇത് കൊടുത്തു കഴിയുമ്പം നമ്മൾ കൊടുത്ത ആ ഒരു സ്വിസ് ഫ്രാങ്ക് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്വിസ് ഫ്രാങ്കിൻ്റെ നാണയം കൈ വേണമെന്നേ ഉള്ളൂ. നമുക്ക് ഇത് അവിടെ പൈസ ഒന്നും ആകുന്നില്ല, റീഫണ്ട് ചെയ്ത് തരും. ഇവിടെ എല്ലാം ഈ സുവനീറുകളെല്ലാം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഈ ബനിയനിലെല്ലാം നമുക്ക് അവിടെ വേണ്ട സാധനങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് തരും. ഇതെല്ലാം സുവനീറിൻ്റെ ഏരിയകളിലാണ് നമ്മളിപ്പം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരെണ്ണം പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പല കളറിലും ഒക്കെയുള്ള ഡിസൈനുകളിലൊക്കെയുള്ള ഈ ബനിയനുകളിലെല്ലാം നമുക്ക് പലത് പ്രിൻ്റ് ചെയ്ത് ഓൾറെഡി കുറേ വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്ത് വേണ്ടി എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് പ്രഗത്ഭരായ ഫുട്ബോൾ കളിക്കാരുടെ പേരും അവിടെ നമ്പരും ഒക്കെ നമുക്ക് ഫിഫ എന്നുള്ള ഇതിനകത്ത് ഫിഫ എന്നുള്ള റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇതാണ് മഗ്ഗിൽ പ്രിൻ്റ് ചെയ്തേക്കുന്നത്, ഇത് ബനിയനിൽ പ്രിൻ്റ് ചെയ്യാനുള്ളത്. പലതരം പല ഫുട്ബോളുകൾ, പല വർഷങ്ങളിലെ ഫുട്ബോളുകൾ. കീ ചെയിനുകൾ, ലോകകപ്പിൻ്റെ അതാണ് ചെറിയ ലോകകപ്പിൻ്റെ മാതൃകയാണ് കീ ചെയിൻ്റെ അതിലുള്ള. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം ഫുട്ബോളുകളുടെയാണ് ഇനി കാണാൻ പോകുന്നത്. ക്യാപ്സ് ഉണ്ട്, സോക്സുകളുണ്ട്. ബനീൻസ്, വേൾഡ് കപ്പിൻ്റെ ചരിത്രം, ആദ്യകാലം തൊട്ടുള്ള ചരിത്രം പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അല്പം ചരിത്രം. 2012 അന്നത്തെ ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്ററും ഫിഫ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്ന് സൂറിച്ചിലെ ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിനായി ഒരു മ്യൂസിയം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ നിർദ്ദേശിച്ചിരുന്നു. 2013 ഏപ്രിലിൽ ഫിഫ സിസ് ലൈഫുമായി ഹൗസ് സൂർ എൻഗെയുമായി 40 വർഷത്തെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചു. ഫിഫ ആസ്ഥാനത്തിൻ്റെ മൈതാനത്ത് ഒരു മ്യൂസിയം വേണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. സിറ്റി ഓഫ് സൂറിച്ച് ബിൽഡിംഗ് അതോറിറ്റി 2013 നവംബറിൽ മ്യൂസിയത്തിനുള്ള ആസൂത്രണ അനുമതി അംഗീകരിച്ചു. പുതുക്കിപ്പണിത ഹൗസ് സൂർ എങ്കിൻ്റെ നിർമ്മാണം 2014 ആരംഭിക്കുകയും 2015 ഡിസംബറിൽ പൂർത്തിയാകുകയും ചെയ്തു. ഫിഫയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 2016 ഫെബ്രുവരി 28 മ്യൂസിയം തുറന്നു. 2020 ഡിസംബർ 22 ഫിഫ മുൻ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്ററിനെതിരെ ക്രിമിനൽ കെടുകാര്യസ്ഥത ആരോപിച്ച് നിയമ നടപടി ആരംഭിച്ചു. $500 മില്യൺ ചെലവഴിച്ചിട്ടും ഫിഫയുടെ 2019 മൊത്തം വരുമാനത്തിൻ്റെ $3 മില്യൺ മാത്രമാണ് ഈ മ്യൂസിയത്തിന് നേടാനായത്. മ്യൂസിയത്തിന് മുഴുവൻ LED അതുപോലെയുള്ള ഡിസ്പ്ലേകളും മൊത്തം ഭയങ്കര മുതൽ മുടക്കുണ്ട്. പക്ഷെ അതിനകത്തുനിന്ന് ഈ കാഴ്ചക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എൻട്രി ഫീ ആണ് ഇതിനകത്തെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിൻ്റെയും അങ്ങനെയൊക്കെയുള്ള അഡീഷണൽ കിട്ടും. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഇവിടുത്തെ ഇതിൻ്റെ മുടക്ക് വെച്ച് നോക്കുമ്പം കാര്യമായിട്ടുള്ളൊരു ഇൻകം കിട്ടുന്നില്ല. അതാണ് അവരുടെ ഒരു വന്ന ഒരു പാളിച്ച. ഇവിടെയെല്ലാം എവിടെ വെച്ച് നടന്നു, ആരാണ് വിജയികളായത്, അതിൻ്റെ ക്വാർട്ടറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അതിന് തുടങ്ങുന്നപ്പോൾ എത്ര പേരുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്ര പേരായിട്ട് ചുരുങ്ങി, സെമിയിൽ ആരൊക്കെയുണ്ട്,
ആരാണ് റണ്ണറപ്പ്, ആരാണ് വിജയികളായത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഓരോ വേൾഡ് കപ്പിൻ്റെയും ഈ മെൻസിൻ്റെയും അല്ലാതെ ഫിഫ നടത്തുന്ന എല്ലാ ടൂർണമെൻറ്റുകളുടെയും ചരിത്രങ്ങൾ മുഴുവൻ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ കോപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സൂറിക്കിലെ ഫിഫ മ്യൂസിയം ഫുട്ബോൾ കലാസൃഷ്ടികളുടെ ഒരു ശേഖരം മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത്, കായിക രംഗത്തിൻ്റെ ചരിത്രം, സംസ്കാരം, ആഗോള സ്വാധീനം എന്നിവയിലൂടെ ആഴത്തിലുള്ള ഒരു യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നു. നിങ്ങളൊരു ആജീവനാന്ത ഫുട്ബോൾ ആരാധകനോ കായിക രംഗത്ത് പുതുമുഖമാകട്ടെ, നമുക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകളും അവിസ്മരണീയമായ അനുഭവങ്ങളും ഈ ഒരു മ്യൂസിയം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ചരിത്രപരമായ പ്രദർശനങ്ങൾ, സംവേദനാത്മകമായ പ്രദർശനങ്ങൾ, സാംസ്കാരിക വിവരണങ്ങൾ എന്നിവയുടെ മിശ്രിതം മനോഹരമായ ഗെയിമിൻ്റെ ലോകത്തിലുള്ള ആഴത്തിലുള്ള സ്വാധീനം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഏതൊരാളും സന്ദർശിക്കേണ്ട സ്ഥലമായി ഈ ഒരു മ്യൂസിയത്തെ മാറ്റുന്നു. രണ്ടായിരത്തി കാര്യങ്ങളാണ് ഇപ്പോൾ 2002-2003 കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമൻസ് ഫിഫ കപ്പിൻ്റെയും എല്ലാ ഫിഫയുടെ എല്ലാ ഇതിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ മെൻസ് കപ്പിൻ്റെയും താഴെ വിമൻസിൻ്റെയും എല്ലാം ഉണ്ട്. അതിനിടെ ഈ ഫിഫ നടത്തുന്ന എല്ലാ ടൂർണമെൻറ്റുകളുടെയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ നൂറ്റാണ്ടിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ നമുക്ക് തന്നെ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിലേതെങ്കിലും ഒരു രാജ്യത്തിൽ നമ്മളവിടെ കൊണ്ട് കൈവെക്കുകയാണെങ്കിൽ ഇപ്പം എത്രാമതാണ് അത് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. ബ്രസീലിൽ അത് 30th പൊസിഷനിലാണ് നേരത്തെ കണ്ട. ബ്രസീലല്ല, വേറെ രാജ്യത്തിലാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ ഇതിൽ ചാർട്ടിൽ നിന്ന് എവിടെ വെച്ചാലും നമുക്ക് ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ റാങ്കിങ് നമുക്ക് കിട്ടും.
മുഴുവൻ മിററുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ ഫിഫ മ്യൂസിയം, സൂറിച്ചിലെ ഫിഫ മ്യൂസിയത്തിലെ നമ്മളുടെ കാഴ്ചകൾ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ താഴോട്ട് മുകളിലോട്ട് നമ്മൾ ലിഫ്റ്റിൽ കയറിയെങ്കിലും താഴോട്ട് മൊത്തം റിഫ്ലക്സിങ് ആയിട്ടുള്ള എല്ലാം വെച്ചിരിക്കുന്ന ഈ ഒരു ഗോവണി താഴോട്ട് ഇറങ്ങുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.